അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഡിജിടെക് എന്ന കമ്പനിയുടെ ഒരു ട്രൈപോഡ്, മൊബൈൽ ട്രൈപോഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണ റൂമിൽ പറ്റാത്തതുകൊണ്ടാണ് മുകളിലേക്ക് വന്നത്. അവിടെ ഡാർക്കാണ്, അതുകൊണ്ട് മുകളിലേക്ക് ഒന്ന് എടുത്ത് മാത്രമേ ഉള്ളൂ. ഇതാണ് ക്ലിപ്പ് ഉണ്ട്, പിന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ക്ലിപ്പ്. അതുപോലെ ഇതാണ് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് DTR 450 LT. ഡിജിടെക് എന്നാണ് കമ്പനിയുടെ പേര്. ഏകദേശം ആമസോണിൽ ഏകദേശം വരുന്ന റേറ്റ് 740 രൂപയാണ് ആമസോണിൽ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് പൊക്കി നോക്കാം. ക്ലിപ്പ് ഉണ്ട് ഇതിനകത്ത്. ഈ സൈഡിൽ ഓരോ ക്ലിപ്പ് ഇട്ടാലാണ് ലോക്ക് ആവുന്നത്. എല്ലാ സൈഡിലും ഓരോ ലോക്ക് ഉണ്ട്. ഇതാണ് ബേസിക് ലെങ്ത്. ഏകദേശം ഇത്രയാണ്, ഹൈറ്റ് ഇത്രയാണ് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് ഈ സൈഡിൽ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ പിടിച്ച് കറക്കണം, ആണ് ഹൈറ്റ് കൂടി വരുന്നത്. ഇത്ര മാക്സിമം ഇത്രയും ഹൈറ്റ് ഉണ്ട്. അത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഏകദേശം നെഞ്ചളവ് വരെ ലെങ്ത് ഉണ്ട്, ഹൈറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഹാൻഡിലാണ്, നമ്മൾ മൊബൈലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഇതിൽ പിടിച്ച് കഴിഞ്ഞാൽ മൊബൈൽ വെക്കാനുള്ള ഇതുള്ളത്. അപ്പോൾ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ലോക്ക് ചെയ്തത് ധനങ്ങാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് മൊബൈൽ വെക്കാനുള്ള സ്പോട്ട്. ഏകദേശം ബലമുണ്ട്, അത്യാവശ്യം ഷൂട്ട് ചെയ്യാനൊക്കെയാണ്. പിടിക്കാൻ ലൈറ്റ് വെയിറ്റ് ആണ്. വലിയ ക്യാമറയുടെ ഇതൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ലൊരു ഇതാണ് ഡിജിടെക്കിൻ്റെ. ഇത് DTR 450 LT എന്നാണ് മോഡൽ. എൻട്രി മോഡലാണ് ഡിജിടെക്കിൻ്റെ. അത്യാവശ്യം നല്ലൊരു, ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബലം കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ബിഗിനേഴ്സിന്, അതായത് വീഡിയോ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ട്രൈപോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.